എല്ലാവർക്കും സ്വാഗതം. ഭാരത ദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. ഓം സായിറാം, ജയ് മോഹൻജി. നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയാനാണ്. ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 7, ഈ വരുന്ന സെപ്റ്റംബർ 7, അതായത് ഓണം കഴിഞ്ഞിട്ടുള്ള ചതയ ദിനത്തിൽ, അന്ന് ശ്രീനാരായണ ഗുരു ജയന്തിയും കൂടിയാണ്. അന്ന് മോഹൻജി ആലുവ വെളിയത്തുനാടുള്ള അറ്റിപ്പുഴക്കാവിലുള്ള വിവേക് മെമ്മോറിയൽ ഹാളിൽ സത്സംഗത്തിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇത് എൻ്റെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ്. 2013 ആ ഒരു ഹോള് പണിതത് എൻ്റെ മകൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. ആ ഹോള് പണിയാനുള്ള കാരണങ്ങളൊക്കെ ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കൈലാഷ് വിത്ത് മോഹൻജി എന്ന് പറയുന്ന ആ യാത്ര നടക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു സ്മാരകം വേണമെന്നുള്ള ആഗ്രഹം. അത് ഗുരു തന്നെ തോന്നിച്ചതാണ്. അതിനുള്ള വഴിയും ഗുരു തന്നെ കാണിച്ചു തന്നു. അവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ തന്നെ അവിടെ നവാഹം നടന്നുള്ളൂ. ദേവി ഭാഗവത നവാഹം വളരെ ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ അവിടെ എന്താ പറയുക, ഗ്രഹശാന്തി ഹോമം, സുകൃത ഹോമം അഥവാ ഗായത്രി ഹോമം, കുമാരി പൂജ, അങ്ങനെയെല്ലാം നടന്നു. അപ്പോൾ ആ ഒരു സ്ഥലം ഗുരുവിനെ സ്വീകരിക്കാനായിട്ട് വളരെ പരിശുദ്ധമായ വൈബ്രേഷൻസോടുകൂടി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ സ്ക്രീനിൽ എൻ്റെ നമ്പർ എഴുതി കാണിക്കാം. എൻ്റെ നമ്പർ പറയാൻ, നിങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7025807239. ഇതെൻ്റെ നമ്പറാണ്. നിങ്ങളിതിലേക്ക് എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ട, രജിസ്ട്രേഷൻ്റെ പൈസ അയക്കേണ്ട നമ്പർ ഞാൻ പറഞ്ഞുതരാം. 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. 10 വയസ്സിന് മുകളിലുള്ള എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. ഈ ഒരു ഫണ്ടിൽ നിന്ന് നമ്മൾ അവിടുത്തെ ചെലവുകൾ കഴിച്ചിട്ട് ബാക്കി തുക വൃന്ദാവനിൽ ഉയരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്, മോഹൻജി ഫൗണ്ടേഷൻ വൃന്ദാവനിൽ ഗുരുവായൂരപ്പനെ ഒരു രാജാവായിട്ട് അവിടേക്ക് കൊണ്ടുവരുവാണ്. അപ്പം അതിനുള്ള ക്ഷേത്രത്തിൻ്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ ഒരു എളിയ സമർപ്പണമായിട്ട് നമ്മൾ ഈ ഒരു തുക ബാക്കി അവിടേക്ക് സമർപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം വെളിയത്തുനാട്ടിലേക്കും അറ്റിപ്പുഴക്കാവമ്മയുടെ സന്നിധിയിലുള്ള വിവേക് മെമ്മോറിയൽ ഹാളിലേക്കും. ഗുരുവിനെ കാണാനും ഗുരുവിൻ്റെ ആ ഒരു എനർജി ഫീൽഡിൽ ഇരിക്കുവാനുള്ള ഒരു അവസരമാണ്. ഒരു ഗുരു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, സാധാരണ ഒരു ആചാര്യനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്ന പോലെയല്ല. ഗുരുവിൻ്റെ ആ ഒരു പ്രസൻസ് തന്നെ നമ്മളിൽ ചേഞ്ച് വരുത്തും. പ്രൊവൈഡഡ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, തുറന്ന മനസ്സോടുകൂടി വേണം ഗുരുവിനെ കാണാൻ പോകാൻ. എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് വരുന്നവർക്ക് പലപ്പോഴും നിരാശയായിരിക്കും. നിങ്ങൾ ഒഴിഞ്ഞ കുടമായിട്ടാണ് ഏതൊരു സദ്ഗുരുവിൻ്റെ അടുത്തേക്ക് വരേണ്ടത്. അതായത് എൻ്റെ കാര്യങ്ങൾ സാധിക്കാനായിട്ടൊരു ജോത്സ്യൻ്റെ അടുത്ത്, ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് ഇപ്പോൾ മോഹൻജി വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ വിളിച്ചു ചോദിച്ചു, മോഹൻജി എൻ്റെ മകൻ്റെ പ്രശ്നം വെച്ച് പറയൂ. ഞാൻ പറഞ്ഞു, മോഹൻജി ഒരു ജ്യോതിഷിയല്ല. നിങ്ങളൊരു ജ്യോതിഷിയുടെ അടുത്ത് പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയണ കണിയാൻ്റെ അടുത്തോ അങ്ങനെ എന്തൊക്കെ പറയുമല്ലോ, അങ്ങനെ പോണ പോലെ വന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ പേഴ്സണൽ ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റി തരണം എന്നുള്ള ഭാവത്തോടു കൂടി ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ടും കാര്യമില്ല. ഗുരുവിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്ഥിതി, ഗുരുക്കന്മാർ സ്ഥിതി ചെയ്യുന്ന അവബോധ തലം കണ്ടിട്ട് അത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ, എങ്ങനെയാണ് ഈ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക എന്നുള്ള ഒരു ആഗ്രഹമുള്ളവരും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു വ്യത്യാസം ഉണ്ടാകും. കാരണം ഗുരുവിൻ്റെ എനർജി ഫീൽഡ് ഇങ്ങനെ ഇത് പറയുമ്പോൾ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട്. കാരണം ആദ്യകാലത്തൊക്കെ ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ആൾ ദൈവങ്ങളെന്നാണ് വിളിക്കുക. അത് ഒരു പരിഹാസത്തോടു കൂടിയാണ് വിളിക്കുന്നതെങ്കിലും അതിൽ ഒരുപാട് അവർ തന്നെ അറിയാതെ വരുന്ന ഒരു അർത്ഥമുണ്ട്. ആളിന് ദൈവമാകാൻ സാധിക്കും എന്ന് കാണിച്ചു തരാനാണ് എല്ലാ അവതാരങ്ങളും ഭൂമിയിലേക്ക് വന്നത്. നോക്കൂ, രാമനെ നിങ്ങൾ ഇപ്പോൾ രാമായണം വായിക്കുന്നുണ്ട്, രാമനെ പൂജിക്കുന്നുണ്ട് എല്ലാം. രാമനെ ഹനുമാൻ കാണുമ്പോൾ രാമൻ ഏത് അവസ്ഥയിലായിരുന്നു? കാട്ടിലൂടെ രാജ്യഭാരം ഒന്നുമില്ലാതെ ഒരു അധികാരവും ഇല്ലാതെ, ഉടുക്കാനുള്ള വസ്ത്രം, മരവുരിയും കുറച്ച് എന്താ പറയുക, കയ്യിലുള്ള കുറച്ച് അമ്പും വില്ലും അല്ലാതെ ഒന്നുമില്ലാതെ, ഭാര്യയും ഇല്ലാതെ, ഭാര്യയെ ഓർത്ത് കരഞ്ഞുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളെയും അനിയനെയും കണ്ടുമുട്ടിയാൽ നിങ്ങളൊരു ഗുരുവായിട്ട് കാണുമോ, ദൈവമായിട്ട് കാണുമോ, ആരാധിക്കുകയോ വല്ലതും ചെയ്യൂ. പക്ഷെ ഹനുമാൻ അത് ചെയ്തു. ഹനുമാന് ആ ഡിവിനിറ്റി തിരിച്ചറിയാൻ പറ്റി. ആഞ്ജനേയ എന്ന് വിളിച്ചപ്പോഴേക്കും ഹനുമാന് അത് തിരിച്ചറിയാൻ പറ്റി. കാരണം അത് രാമന്റെ ആ ഒരു മിഷൻ പൂർത്തിയാക്കാനായിട്ട് ജന്മമെടുത്ത് വന്ന ദേവകളായിരുന്നു.
അവരതിനു വേണ്ടി വന്നതുകൊണ്ട് അവർക്ക് ഈ ഭൂമിയിലെ മായാപ്രപഞ്ചത്തിൽ വന്ന് പെട്ടപ്പോഴും രാമന്റെ ഡിവിനിറ്റി തിരിച്ചറിയാൻ സാധിച്ചു. സാധാരണക്കാർക്ക് അത് സാധിച്ചോളുന്നില്ല. അവർ നോക്കുമ്പോൾ എന്താ വെറുതെ ഭാര്യ അന്വേഷിച്ച് കരഞ്ഞ് പ്രാകൃതനെ പോലെ നടക്കുന്നു എന്ന് വാത്മീകി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നേരെ മറിച്ച് അപ്പുറത്ത് നിൽക്കുന്നതോ വലിയ രാജാവാണ്, കലകളിൽ അപാര പാണ്ഡിത്യമുള്ള ആളാണ്, എന്താ പറയുക, ലക്ഷം സഹസ്രം ഭടന്മാരും സൈന്യമൊക്കെ ഉള്ള ആളാണ് അപ്പുറത്ത് നിൽക്കുന്നത്. സർവപ്രതാപത്തോടു കൂടി നിൽക്കുന്ന ഒരാളാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഈ രണ്ട് അവരെ തോൽപ്പിക്കാൻ കഴിയും എന്നുള്ളത് ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നു. പക്ഷെ അവര് വിശ്വസിച്ചു. സുഗ്രീവനും ഹനുമാനും ആ വാനരപ്പടയും കൂടെ നിന്നു. അപ്പുറത്ത് നിൽക്കുന്ന മഹാരഥന്മാരെ തോൽപ്പിക്കാനായിട്ട് സത്യം കൂടെ ഉള്ളതുകൊണ്ട് രാമന് സാധിച്ചു. സീതയുടെ ആ ഒരു ശക്തി കൂടെ ഉണ്ടായിരുന്നു. ഫിസിക്കലി കൂടെ ഇല്ലെങ്കിലും സീത ശക്തി തന്നെയായിരുന്നു. അപ്പോൾ അത് പോട്ടെ. അപ്പൊ അത് ആൾ ദൈവമല്ലേ? ഭഗവാൻ നാരായണൻ ആളായിട്ട് വന്നതല്ലേ? ഇപ്പൊ ഈ ആൾ ദൈവം എന്ന് പറയുന്നവര് അന്നത് അംഗീകരിക്കുമായിരുന്നോ? പോട്ടെ, കൃഷ്ണന്റെ കഥ എടുക്കും. എല്ലാവരും ഗുരുവായൂരപ്പൻ, കൃഷ്ണൻ എന്നൊക്കെ ഒരുപാട് ഭയങ്കര ഭക്തിയാണ് ഇപ്പൊ. എന്ന് വെച്ചാൽ ഈ വീഡിയോ ഒക്കെ യൂട്യൂബൊക്കെ വന്നതോട് ഗുരുവായൂരപ്പ ഭക്തന്മാർക്ക് ഭയങ്കര ഡിമാൻഡാണ്. കാരണം ഏറ്റവും അധികം കേരളത്തിൽ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ദൈവം ഏതെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പനെ പറയാൻ പറ്റുള്ളൂ. അത്രയധികം കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും അധികം ചിലവാകുന്ന സംഭവം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ കണ്ണന്റെ കഥകളും ഭക്തിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കണ്ണൻ ആരായിരുന്നു? യാദവ കുലത്തിൽ, അതായത് കുറച്ച് താഴ്ന്ന കുലത്തിൽ ജനിച്ച, ഇരുണ്ട നിറം എന്നാ പറയാൻ പറ്റുള്ളൂ. നീലം നിറം എന്നൊക്കെ പറയുമെങ്കിൽ ഇരുണ്ട നിറത്തിൽ വന്ന ഒരു സാധാരണ ബാലൻ. ഒന്നുമില്ലായിരുന്നു. അപ്പുറത്ത് നിൽക്കുന്ന അമ്മാവനാണെങ്കിൽ രാജാവായിരുന്നു. കൃഷ്ണൻ എന്തെങ്കിലും ഗ്രന്ഥം വായിച്ചിരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ തൻ്റെ കൂടെ നടന്നിരുന്നവരോട്? കൃഷ്ണൻ എന്താ പറഞ്ഞിട്ടുള്ളത്? എങ്ങനെ ജീവിക്കാമെന്നാണ് കൃഷ്ണൻ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. കൃഷ്ണൻ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ കൃഷ്ണൻ പോലും ജരാസന്ധന്റെ അടുത്ത് പരാജയപ്പെട്ട് പലായനം ചെയ്തിട്ടുണ്ട്. കടലിൽ കൊണ്ടുപോയി ദ്വാരക പണിതത് ജരാസന്ധന്റെ ശല്യം സഹിക്കാവയ്യാതെ ആയിരുന്നു പറഞ്ഞിട്ട്. ഇതൊക്കെ വായിച്ചു നോക്കൂ. അപ്പൊ അങ്ങനെ ഒരാളെ നിങ്ങൾ അന്ന് ദൈവമായിട്ട് കാണുമായിരുന്നു. അന്ന് കൃഷ്ണനെ കള്ളൻ എന്ന് വിളിച്ചവരുണ്ട്, സെമന്തകമണി മോഷ്ടിച്ചെന്നുണ്ട്. അപ്പൊ ഓരോ പ്രാവശ്യവും അവതാരങ്ങള് മനുഷ്യരൂപം എടുത്തു വരുമ്പോ അവരുടെ ഡിവിനിറ്റി തിരിച്ചറിയാതിരുന്നവരുമുണ്ട്, അവരുടെ ഡിവിനിറ്റി തിരിച്ചറിഞ്ഞവരുമുണ്ട്. സത്യസായിബാബ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ഡിവിനിറ്റി തിരിച്ചറിയുന്നത് സ്ത്രീകളും കുട്ടികളുമാണെന്ന്. നോക്കിയാൽ അറിയാം ഏതൊരു ഗുരുവിന്റെ അടുത്തും. അത് ഏതൊരു ആധ്യാത്മിക, ഹിന്ദുക്കളിൽ പ്രത്യേകിച്ച് ഏതൊരു ആധ്യാത്മിക പരിപാടികളിലും സ്ത്രീകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന പുരുഷന്മാരെ ഉണ്ടാവുള്ളൂ. ആധ്യാത്മികതയിലേക്ക് കൂടുതൽ തിരിയുന്നത് സ്ത്രീകളാണ്. ആധ്യാത്മിക ചൈതന്യമുള്ള അവതാരങ്ങളെയും ഗുരുക്കന്മാരെയും തിരിച്ചറിയുന്നതും സ്ത്രീകളാണ് പെട്ടെന്ന്. അപ്പോൾ സത്യസായി ബാബയുടെ ആ ഒരു ഇതിൽ ബാബ എപ്പോഴും പറയുന്നൊരു കഥയുണ്ടെന്ന് പറയും. ഒരു കുട്ടി കിടന്നുറങ്ങാൻ പോവുക, ചെറിയ കുട്ടി. ആ കുട്ടി അമ്മോട് പറയണം, അമ്മ എനിക്ക് വിശക്കുമ്പോൾ അമ്മ എന്നെ വിളിച്ചെണീപ്പിച്ച് ഭക്ഷണം തരണം കേട്ടോ എന്ന്. കുട്ടിക്ക് അമ്മയിലുള്ള വിശ്വാസമാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, നിന്നെ ഞാൻ വിളിക്കേണ്ട കാര്യമില്ല, നിനക്ക് വിശപ്പ് വരുമ്പോൾ ആ വിശപ്പ് നിന്നെ ഉണർത്തിക്കോളുന്നു എന്ന് പറഞ്ഞ പോലെ ഈ ആധ്യാത്മികമായിട്ടുള്ള വിശപ്പ് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഒരു അവതാരത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുവരെ 2000-3000 വർഷം മുമ്പുണ്ടായിരുന്നവരെ പൂജിച്ചുകൊണ്ടിരിക്കും. തൊട്ടു മുമ്പിൽ വന്ന് നിൽക്കുന്ന അവതാരത്തെ കാണുകയില്ല. അതാണ് സത്യസായി ബാബയുടെയൊക്കെ കാര്യത്തിൽ സംഭവിച്ചത്. ഈ വിപ്രപത്നി അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ നാരായണീയം വായിക്കുമ്പോൾ അറിയാം, അവിടെ ഇരുന്ന് വേദമന്ത്രോച്ചാരണങ്ങളോടുകൂടിയൊക്കെ പൂജിക്കുന്ന വലിയ പണ്ഡിത ശ്രേഷ്ഠന്മാരെ ഇപ്പുറത്ത് അവരാരെയാണോ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നത്, പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്, പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആള് വന്നിരുന്നപ്പോൾ അവരെ തിരിച്ചറിഞ്ഞില്ല, അവരെ അംഗീകരിച്ചില്ല. കാരണം എന്താ? അവരുടെ പാണ്ഡിത്യത്തിന്റെ അളവുകോല് വെച്ച് നോക്കുമ്പോൾ കൃഷ്ണൻ ആരാ? ഒരു കാലിച്ചെർക്ക്. കൃഷ്ണന്റെ മഹത്വം മനസ്സിലാക്കിയത് അവരുടെ ഭാര്യമാരെ കുറെ പേര് പോവാതെ പിടിച്ചു വെച്ചപ്പോൾ അവരവിടെ നിന്ന് കൃഷ്ണനെ ആലോചിച്ച് മുക്തി പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നാരായണീയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പൊ എപ്പോഴും ഈ പാണ്ഡിത്യത്തിന്റെ അഭിമാനം നിൽക്കുന്നവര്, പാണ്ഡിത്യത്തിന്റെ അഹങ്കാരം, അതായത് ജ്ഞാനം അഹങ്കാരത്തിന് വഴിതെളിക്കുമെന്ന് പറയും. ആ അഹങ്കാരത്തിൽ നിൽക്കുന്നവര് അവരാരെയാണോ ഈ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നത്, പൂജിച്ചുകൊണ്ടിരിക്കുന്നത്, അവര് വന്ന് മുമ്പിൽ നിന്ന് അറിയില്ല. അതാണ് മാതാമൃതാന്തമയെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. എങ്ങനെയാ മാതാമൃതാന്തമയെ തിരിച്ചറിയാൻ പറ്റാത്തത്? എന്തുകൊണ്ടാ? ഇവര് നിഷ്കർഷിക്കുന്ന കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ചിലപ്പോ അവർക്ക് കാണാൻ പറ്റില്ല. ശരിയായ ജ്ഞാനത്തിന്റെ കണ്ണുകളിലൂടെ അല്ലാതെ അഹങ്കാരത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിയാൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അവതാരങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. അവിടെയാണ് ഈ ആൾ ദൈവങ്ങൾ എന്നൊക്കെയുള്ള പരാമർശവും വരുന്നത്. അപ്പോ ഈ അറിവ് നമ്മളെ കൂടുതൽ വിനയത്തിലേക്ക് ആക്കിയില്ലെങ്കിൽ അഹങ്കാരം വരും. ഇപ്പോൾ സത്യസായി ബാബയുടെ ഒരു ഡിവോട്ടി, അപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് മോഹൻജിയുടെ കാര്യത്തിലേക്ക് വരട്ടെ.
ഒരിക്കൽ മോഹൻജിയുടെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ അടുത്തിടയ്ക്കാണ് മോഹൻജിയെ കാണാനായിട്ട് വന്ന ഒരമ്മ ഭയങ്കര കരച്ചിൽ. അപ്പം എനിക്കിങ്ങനെ ഗ്രൂപ്പിൽ ഒരുപാട് പേരുള്ളതുകൊണ്ട് ഇവരുടെ കഥകളൊക്കെ പറഞ്ഞാലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. അപ്പം എന്നെ അവരുടെ മകളുടെ ഫോട്ടോ കാണിച്ചിട്ട് പറയും, എൻ്റെ മകള് മരിച്ചു പോയി, ഞാൻ എങ്ങനെ ഇത് സഹിക്കും? അപ്പം ഞാനിത് അവരോട് ചോദിച്ചു, എത്ര വർഷമായി മോള് മരിച്ചിട്ട്? മോള് മരിച്ചിട്ട് 10, 25, 30 വർഷം കഴിഞ്ഞിരിക്കുന്നു. മകൾക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ വളർത്തി വലുതാക്കി. അപ്പോൾ ആ ഒരു സങ്കടം മോഹൻജി അറിയിക്കാനാണ് വന്നിരുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, ഈ മോഹൻജി എന്ന് പറയുന്ന ഗുരുവിനെ പറ്റി ഇവരൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ മോഹൻജി ആരാണ് എന്ന് ഇവരൊന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഏക മകള് നഷ്ടപ്പെട്ടു പോയിട്ട് ആ ദുഃഖത്തെ എങ്ങനെ പെയിനെ എങ്ങനെ പർപ്പസാക്കി മാറ്റാം എന്ന് കാണിച്ചു തന്ന ഗുരുവിൻ്റെ അടുത്താണ് ഈ പ്രായമായ അമ്മ 10-30 വർഷം മുമ്പ് മരിച്ചുപോയ മകളുടെ ദുഃഖം പറയാൻ വന്നത്. അപ്പം നമുക്ക് ഒരു ഗുരുവിനെ കാണാൻ പോകുമ്പോൾ എന്ത് വേണമെന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങളുടെ കാലിൻ്റെ വേദന മാറ്റാനോ കൈയിൻ്റെ വേദന മാറ്റാനാണ് വരികയാണെങ്കിൽ അറിയാം, മോഹൻജി കുറച്ച് കാലമായിട്ട് എന്താ പറയുക, ഒരു അസുഖം മാറി വരുന്നേ ഉള്ളൂ മോഹൻജിക്ക്. കാരണം ഈ ഗുരുക്കന്മാർ, ഇപ്പം സത്യസായി ബാബയുടെ കാര്യം പലരും ചോദിക്കും. ബാബ നടക്കാതിരുന്ന ആൻഡേഴ്സൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എനിക്ക് ഓർമ്മ, ഒരു വിദേശിയോട് വീൽ ചെയറിൽ കാണാൻ വന്നപ്പോൾ എഴുന്നേറ്റ് നടക്കൂ എന്ന് ആജ്ഞാപിച്ചു. അങ്ങേരെ എഴുന്നേറ്റ് നടന്ന് ചെന്ന് ബാബയെ നമസ്കരിച്ചു. ഇത് ദൃക്സാക്ഷികളായിട്ടുള്ളവർ ഇപ്പോഴും ജീവിച്ചിരിക്കേണ്ട, അദ്ദേഹം ജീവിച്ചിരിക്കേണ്ടതാണ് എൻ്റെ ഒരു അറിവ്. വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടന്നത് ആ ബാബ അവസാന കാലം വീൽ ചെയറിലായിരുന്നു. അതായത് ഈ ഗുരുക്കന്മാര് അല്ലെങ്കിൽ അവതാരങ്ങൾ കുറേ കർമ്മങ്ങൾ എടുത്തു മാറ്റും. ബാബ എപ്പോഴും പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടത് തരും, പക്ഷെ ഞാൻ എന്താണോ കൊണ്ടുവന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി, നിങ്ങളെ ആകർഷിക്കാനാണ് ഞാൻ നിങ്ങൾ ചോദിക്കുന്നത് തരുന്നതെന്ന്. ആ കൂട്ടത്തിൽ ഇവർ കുറേ കർമ്മങ്ങൾ എടുക്കും. എപ്പോഴും ഗുരുക്കന്മാരും അവതാരങ്ങളും അവർ തന്നെ നിയമിച്ച നിയമങ്ങളാണ്. ബാബ പറയും, ഞാൻ തന്നെ നിർമ്മിച്ച നിയമങ്ങളാണ്, അത് ഞാൻ തെറ്റിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവർ മനുഷ്യരൂപം എടുത്തു വരികയാണെങ്കിൽ മനുഷ്യർ കടന്നു പോകുന്ന എല്ലാ അവസ്ഥയിലൂടെ അവർ കടന്നു പോകും. അല്ലാതെ നമ്മൾ സിനിമയിൽ കാണുന്ന സൂപ്പർ ഹീറോയോ സൂപ്പർമാനോ പോലെ അല്ല അവർ പെരുമാറുക. പക്ഷെ അവരുടെ ഡിവിനിറ്റി കാണാൻ കഴിവുള്ളവർക്ക് കാണാൻ പറ്റും. അപ്പം ഈ മോഹൻജിയുടെ കാര്യത്തിൽ ഞാൻ പറയുന്ന ഇതാണ്. എന്നോട് പലരും ചോദിച്ചു ഗുരുവിന് എന്താണ് എന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ സത്യം എന്താണ്, ജീവിതത്തിന്റെ രഹസ്യം എന്താണ്, എങ്ങനെ സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കാം, എങ്ങനെ മുക്തിയിലേക്ക് പോകാം, ഈ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം എന്നുള്ള യഥാർത്ഥത്തിലുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞ കുടമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വല്ലതും ലഭിക്കും. നിങ്ങൾ അറിവിന്റെ നിറഞ്ഞ കുടം, കുറേ നമ്മൾ പുസ്തകങ്ങൾ വായിച്ചു, കുറേ പുരാണങ്ങൾ വായിച്ചു, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വരുവാണെങ്കിൽ നടക്കില്ല. കാരണം സത്യസായി ബാബ ചെയ്ത അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇത് കേൾക്കുമ്പോൾ നമ്മൾ സ്തബ്ധരായി പോവാണ്. ഒരുപക്ഷെ കൃഷ്ണന്റെ കഥകൾ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കില്ല പുരാണങ്ങളിൽ, ശ്രുതി ബാബയുടെ കഥകൾ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. പക്ഷെ സത്യസായി ബാബയുടെ കഥകൾ കണ്ടും അനുഭവിച്ചും അറിഞ്ഞവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ വന്നിട്ടാണ് പറയുന്നത് ഈ അത്ഭുതങ്ങൾ. എന്നിട്ടും തിരിച്ചറിയാത്തവരുണ്ട്. ബാബ മരിച്ചതിന് ശേഷം വീണ്ടും ഏറ്റവും അധികം പവർഫുൾ ആയി എന്നുള്ളത് പല ഗുരുക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. മോഹൻജിയും പറഞ്ഞിട്ടുണ്ട്, ബാബ ആ ഒരു പ്രത്യേക ബോഡിയിൽ നിന്ന് ലോകം മുഴുവനും വ്യാപിക്കുക ചെയ്തത്. അപ്പോൾ ഈ ബാബയുടെ കഥ തന്നെ പറഞ്ഞപ്പം ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ സത്സംഗത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്കും ഈ സാധകരോട് പറയാനുള്ളത്. നമ്മൾ നമ്മുടെ അനുഭവങ്ങളിൽ മുറുക്ക പിടിക്കുന്നതിനോടൊപ്പം ഈ സംശയാലുക്കളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക സാധനയുടെ ആ ഒരു സമയത്ത്. അതിന് സഞ്ജയ് സാഹ്നി എന്ന് പറയുന്ന ബാബയുടെ എന്താ പറയുക ഹോസ്റ്റലിൻ്റെയൊക്കെ വാർഡനായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ട്. അദ്ദേഹം ചെറുപ്പത്തിലെ സായി സ്കൂളിൽ പഠിച്ചതാണ്. സായിബാബയുടെ ആ ഡിവിനിറ്റി അദ്ദേഹം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ബോംബെയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥലം. ബോംബെയിൽ അദ്ദേഹം വെക്കേഷന് ചെന്നപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ +1 +2 ആ സമയത്തെങ്ങാണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ കാണാൻ വന്നു. അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരനായ ഒരു പയ്യൻ കാണാൻ വന്നു. കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് അടുപ്പം തോന്നി. പക്ഷെ അദ്ദേഹം ബാബയെ പറ്റി ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബയെ പറ്റി അറിയുവാൻ വേണ്ടിയല്ല ചോദിക്കുന്നത്, ഇദ്ദേഹം പറയുന്ന ഉത്തരങ്ങളെല്ലാം ഖണ്ഡിക്കാൻ വേണ്ടി. അപ്പം ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വളരെ നന്നായിട്ട് സംസാരിച്ചു, കാരണം എന്നിലൂടെ ബാബയാണ് അയാളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്തതെന്ന് എനിക്ക് ബോധ്യം. ഞാൻ തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിൽ ഞാൻ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അയാൾ അതിനെ തുടർന്ന് വീണ്ടും സംശയങ്ങൾ ചോദിക്കും. അങ്ങനെ കുറേ ആയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇത് നമുക്കിവിടെ നിർത്താം, എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ ബാബ എന്നോട് ആദ്യം ചോദിക്കാൻ പോകുന്നത് ഈ ഒരു സംഭാഷണത്തെ പറ്റിയായിരിക്കും എന്നുള്ളത്. കാരണം സഞ്ജയ് സാനി എന്ന് പറയുന്ന ആ ഒരു ഡിവോട്ടിയുടെ ഉറച്ച വിശ്വാസമാണ്, ഇത് ബാബ അന്തർയാമിയാണ്, ഇവിടെ നടക്കുന്നതെല്ലാം ബാബയ്ക്ക് അറിയാമെന്നുള്ളത്. അദ്ദേഹം പറയുകയാണ്, അവിടെ തിരിച്ചു ചെന്നപ്പോൾ
പുട്ടപ്പർത്തിയിൽ പ്രശാന്തി നിലയത്തിൽ ചെന്നപ്പോൾ ബാബ ദർശനത്തിനിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞത് ബാഡ് ബോയ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഹൗ ഈസ് യുവർ ഓൾഡ് ഫ്രണ്ട് എന്ന് ചോദിച്ചു എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാബ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് അവിടെ നടന്ന സംഭവങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞു, ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം വളരെ നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതൊന്നും അവർക്ക് മനസ്സിലാവില്ല. അതിൻ്റെ കാരണം കൂടെ ബാബ പറഞ്ഞു, ബിക്കോസ് അവരുടെ ശ്രദ്ധ മുഴുവനും വേറെ കുറേ എൻ്റർടൈൻമെൻറ്റിലാണ്, അവർക്ക് വേറെ കുറേ അട്രാക്ഷൻസ് ഉണ്ട് ഭൗതികമായി. അതുകൊണ്ട് തന്നെ ഇതറിയാൻ ആഗ്രഹമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ബാബ പറഞ്ഞതുപോലെ സഞ്ജയ് സാഹ്നി എന്ന് പറയുന്ന അദ്ദേഹം അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം അവിടെ വിച്ഛേദിച്ചു. പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടരാൻ ശ്രമിച്ചില്ല. അദ്ദേഹം പ്രശാന്തി നിലയത്തിലായിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നു, ഹൗ ഈസ് യുവർ ഓൾഡ് ഫ്രണ്ട് എന്ന് ബാബ ചോദിച്ചപ്പോൾ മനസ്സിലായി. കാരണം ആ ആളെ കണ്ടപ്പോഴേ ഒരു പഴയ പരിചയം തോന്നി. മുൻജന്മ ബന്ധം എന്നൊക്കെ പറയുന്നത് അത് ഒരു പഴയ സുഹൃത്തായിരുന്നു. പക്ഷെ രണ്ടുപേരും രണ്ട് വഴികളിലേക്ക് പോയി. അദ്ദേഹം പറയുന്നു, പിന്നീട് അവിടെ അദ്ദേഹം വെക്കേഷന് ചെന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നത്, ആ ഒരു പയ്യൻ, ഇവിടെ വന്ന പയ്യൻ പോലീസ് കേസിലൊക്കെ ഇൻവോൾവ് ആയി, എന്തോ ചീത്ത കൂട്ടുകെട്ടിലൊക്കെ പെട്ടുപോയി. അപ്പോൾ ബാബ അത് അവിടെ വാൺ ചെയ്തു. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾക്ക് ചിലരെയൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതവിടെ വിട്ടേക്കുക. പല സുഹൃത്തുക്കളെയും പല ഫ്രണ്ട്ഷിപ്പൊക്കെ ഞാനും ഉപേക്ഷിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഫ്രീക്വൻസി മാച്ച് ആവില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ സംശയത്തോടെയും കളിയാക്കാനും ഒക്കെ ചോദിക്കുന്നവരെ അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ച് ഒരു അവധൂതൻ, മോഹൻജിയെ പോലെ ഒരു അവധൂതനെ എപ്പോഴും നമ്മുടെ കണ്ണാടിയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. മോഹൻജിയെ കണ്ടിട്ടുള്ള എല്ലാ യോഗികളും അവരുടെ എന്താ പറയുക, അവർ ഏതൊരു ദേവതയാണ് ഉപാസിക്കുന്നത് അവരെ കണ്ടിട്ടുണ്ട്. കാഞ്ചി കാമാക്ഷിയെ മോഹൻജിയിൽ കണ്ടവരുണ്ട്, ശിവനെ കണ്ടവരുണ്ട്, കൃഷ്ണനെ കണ്ടവരുണ്ട്. അങ്ങനെ നമുക്ക് രാജേഷ് കാമത്തിന്റെ മിറാക്കിളസ് ഡേയ്സ് വിത്ത് മോഹൻജി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരുപാട് അങ്ങനത്തെ അനുഭവങ്ങൾ കാണാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കണ്ണാടിയായിട്ടാണ് ഒരു അവധൂതനെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അവധൂതനിൽ എന്തിനെയാണോ നിങ്ങൾ കാണുന്നത് നിങ്ങൾ ഏത് അവസ്ഥയിലാണോ അതാണ് ഗുരുവിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ഈ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ആൾ ദൈവം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരർത്ഥത്തിൽ ശരിയാണ്. ആൾക്ക് ദൈവത്തിന് ആളാവാൻ പറ്റും, ആൾക്ക് ദൈവവും ആവാൻ പറ്റും. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ഇടയിൽ വന്ന് ജീവിച്ച് എങ്ങനെ ഹയസ്റ്റ് പൊസിഷനിൽ എത്താം എന്ന് കാണിക്കാനാണ് ഓരോ അവതാരവും. അതാണ് ഞാൻ പറഞ്ഞത്, കൃഷ്ണൻ ആരോടും പോയിരുന്നിട്ട് ധ്യാനിക്കാൻ പറഞ്ഞിട്ടില്ല. കൃഷ്ണൻ ആരോടും പോയിരുന്നിട്ട് ഫുൾ ടൈം മന്ത്രം ജപിക്കാൻ പറഞ്ഞിട്ടില്ല. പഞ്ചപാണ്ഡവരോട് എന്താണ് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്? യുദ്ധക്കളത്തിൽ വന്ന് തളർന്നു പോയപ്പോൾ മാത്രമാണ് അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്തത്. പഞ്ചപാണ്ഡവർ കൃഷ്ണൻ എന്ത് പറഞ്ഞോ അതേപോലെ അങ്ങ് ജീവിക്കുകയാണ് ചെയ്തത്. കാട്ടിൽ പോയി ജീവിക്കേണ്ടി വന്നു, കാട്ടിൽ പോയി ജീവിച്ചു. അവിടെയും കൃഷ്ണൻ കൂടെയുണ്ട്. അപ്പോൾ അവരുടെ കഷ്ടങ്ങളിലെല്ലാം കൃഷ്ണൻ കൂടെയുണ്ട് എന്നുള്ളത് അവർക്ക് ഉറപ്പായിരുന്നു. അവർ കൃഷ്ണൻ പറയുന്നത് പോലെ ജീവിക്കുകയാണ് ചെയ്തത്. അത് തന്നെയാണ് ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലപ്പോഴും ചെയ്യേണ്ടത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ വിവേക് മെമ്മോറിയൽ ഹാളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എൻ്റെ ആ ഒരു ദുഃഖത്തെ അതിജീവിക്കാനായിട്ട് എൻ്റെ ഗുരു പറഞ്ഞ മാർഗം തന്നെയാണ് അന്നും ഇന്നും ഞാൻ ചെയ്യുന്നത്. കുട്ടികൾക്ക്, നിന്റെ ചുറ്റുമുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ നിന്റെ മകനെ വിചാരിച്ചിട്ട് എന്ത് നന്മ ചെയ്യാൻ പറ്റും, എന്ത് സേവ ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ മുമ്പോട്ട് പോകാന്ന് പറഞ്ഞു. അല്ലാതെ എനിക്കൊരു മന്ത്രവും എൻ്റെ ഗുരു പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഇതുവരെ എൻ്റെ എന്തെങ്കിലും ഒരു അസുഖം മാറ്റണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് ഞാൻ പോയിട്ടേ ഇല്ല. മോഹൻജിയുടെ അടുത്തേക്ക് ഞാൻ പോയിട്ടേ ഇല്ല. എൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ചോദിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. 1-2 പ്രാവശ്യം എൻ്റെ കുട്ടികളെ ബ്ലെസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞതല്ല. അത് ഞാൻ ഒരു കാര്യവും മോഹൻജിയുടെ അടുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല. അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാരണം അത് ഈ ചോദിക്കാൻ വരുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് പലപ്പോഴും നിരാശപ്പെടേണ്ടി വരും. കാരണം ബാബ തന്നെ പലരെയും സംസാരിക്കാൻ പറ്റാത്ത മുഖരെയൊക്കെ സംസാരിപ്പിച്ചിട്ടുണ്ട്. മുഖം കരോതി വാചാല എന്നൊക്കെ പറയുന്ന സായിബാബ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ബുക്കപട്ടണത്തിൽ ചെന്നപ്പം ഒരുപാട് സംശയാലുക്കളുള്ള ഒരു സദസ്സിൽ വെച്ച് ഒരു മൂകനായ ബാലനെ വിളിച്ചു നിർത്തി സംസാരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണം എന്നില്ല. കാരണം ഒരു ബാങ്ക് ബാലൻസ് അവിടെ കിടക്കണം, സത്കർമ്മങ്ങളുടെ ബാങ്ക് ബാലൻസ്. അല്ലെങ്കിൽ അവര് പിന്നീട് സത്യത്തിന്റെ പ്രചാരകരായിട്ട് മാറും എന്ന് ഉറപ്പുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ കർമ്മത്തിന്റെ ബലം കൂടി ഉണ്ടെങ്കിലേ അവതാരങ്ങൾ പോലും ഇടപെടുകയുള്ളൂ. അല്ലാതെ വളരെ സെൽഫിഷായിട്ട് ഈ ഗുരുവിനെ ഒന്ന് കണ്ടു കളയാം, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പിന്നെ അടുത്ത ഗുരുവിൻ്റെ അടുത്ത് പോയി കളയാം എന്നൊക്കെ പറഞ്ഞ് വരുന്ന ചിലരുണ്ട്. അവരിവിടെ നടന്നില്ലെങ്കിൽ ആ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ തലവേദനയൊന്നും മാറിയൊന്നുമില്ല, ഞാൻ പിന്നെ അടുത്ത ഗുരുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ സംസാരിക്കണം കേട്ടെന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അവരുടെ കാലുവേദന പറ്റുകയാണെങ്കിൽ ഗുരുവിന് കൊടുത്തിട്ട് പോരുന്നത്. അപ്പം മോഹൻജിയുടെ കാലിൽ തൊടരുത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധപൂർവ്വം പോയി തൊടണവരെ കണ്ടിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ എൻ്റെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഗുരുവിന് കൊടുത്തിട്ട് പോകല്ലോ. അപ്പോൾ ഓൾറെഡി ഗുരു ഓരോ അനുഭവിക്കേണ്ടത്, പിന്നെ ഇതും കൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് പോണവരും ഉണ്ട്. അങ്ങനെയുള്ളവരും ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരെ കാണുകയാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ആ ഗുരു നിൽക്കുന്ന സ്ഥിതി
ഒന്നും ബാധിക്കാത്ത നിശ്ചലമായ ആ അവസ്ഥയിലേക്ക് എങ്ങനെ എത്താമെന്ന് ചിന്തിച്ച് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഗുരു സഹായിക്കുക. അതിനിടയിൽ ഒരുപാട് അത്ഭുതങ്ങൾ അത് നടക്കുന്നുണ്ട്. ഒന്നും പ്രതീക്ഷിക്കാതെ വന്നിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയവർ ഒരുപാട് പേര് നമ്മുടെ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ദിവസവും കാണുന്നുണ്ട്. അപ്പോൾ ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അത് മാത്രം പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നിരാശപ്പെട്ടു പോകേണ്ടി വരും. അതുപോലെ തന്നെ എന്തിനാണ് ഈ ആൾ ദൈവങ്ങളുടെ പുറകെ പോകണം, എന്താണ് ഗുരുക്കന്മാരുടെ പുറകെ പോകണം, അവതാരത്തിൻ്റെ പുറകെ പോകണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഉത്തരം. കാരണം ഒരു ആളുടെ അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന കാണിച്ചു തരാനാണ് അവർ ഈ അവതാരം എടുത്തു വരുന്നത്. സത്യസായി ബാബയുടെ ഒരു സ്റ്റുഡൻ്റ് ഒരിക്കൽ പറയണ കേട്ടിട്ടുണ്ട്, ഒരു അച്ഛനും അമ്മയും കൂടെ പാവപ്പെട്ടവരാണ്, എല്ലാം വിറ്റ് പെറുക്കി ബാബയെ കാണാവുന്ന. അവരുടെ കുട്ടി സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ബാബ മൈൻഡ് ചെയ്തില്ല. ബാബ അവിടെ ഒരുപാട് എന്താ പറയുക VIPs വലിയ വലിയ ആൾക്കാരും ഒക്കെ ബാബയെ കാണാൻ വരും. അപ്പോൾ ബാബ അവരോടൊക്കെ സംസാരിച്ച് അവർക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തു. ഈ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ബാബ വലിയ വലിയ ആൾക്കാരെ മാത്രം കണ്ടാലേ മൈൻഡ് ചെയ്യുള്ളൂ. പക്ഷെ ഇവർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് എന്ന് സ്റ്റുഡൻറ്റ് പറയും. ഈ വലിയ വലിയ ആൾക്കാർ വലിയ ആൾക്കാരാകുന്നതിന് മുമ്പേ ബാബയുടെ ഡിവോട്ടീസ് ആയിരുന്നു. നിങ്ങൾ പൊതുവേ നിങ്ങൾ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, സമ്പന്നരെ അവരെ മാത്രമേ മൈൻഡ് ചെയ്യുന്നുള്ളൂ. ഒരാൾ സമ്പന്നനാവുന്നുണ്ടെങ്കിൽ, അവർക്ക് ലക്ഷ്മി കടാക്ഷം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവർ സത്കർമ്മങ്ങളുടെ ഒരു ബാങ്ക് ബാലൻസും കൊണ്ടായിരിക്കും വന്നിരിക്കുന്നത്. അവരുടെ കഴിഞ്ഞ ജന്മത്തിൽ അവർ എന്തെങ്കിലും സേവ ചെയ്തിട്ടുണ്ടാവും. അവരുടെ കർമ്മഫലം കൊണ്ട് തന്നെയാണ് 100% അവർക്ക് സമ്പത്തും ഐശ്വര്യവും വരുന്നത്. അപ്പോൾ ഇതിൽ പലരും ഈ വലിയ വലിയ ആൾക്കാർ, അതായത് നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ, നമ്മുടെ അബ്ദുൽ കലാം സർ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗ്, അങ്ങനെ ഒരുപാട് പേര് ബാബയെ കാണാൻ വന്നിട്ടുണ്ട്. പക്ഷെ പറയുന്നത് അവരൊക്കെ ആജീവനാന്ത കാലം, ഇവരൊക്കെ പ്രശസ്തരാകുന്നതിന് മുമ്പും നരേന്ദ്രമോദി വളരെ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജി വളരെ മോശം കാലത്ത് നിൽക്കുന്ന സമയത്ത് ബാബയെ പോയി കണ്ടിട്ടുണ്ട്. ഇപ്പോഴല്ലേ അദ്ദേഹം പ്രധാനമന്ത്രിയൊക്കെ ആയത്. അപ്പോൾ അന്ന് ബാബ തൻ്റെ മോദിജി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്ന് മോദിജി എല്ലാവരും ബാൻ ചെയ്തിരിക്കുന്ന സമയമാണ്. ബാബ കൂടെയുള്ളവരോട് പറഞ്ഞു നമ്മുടെ ഭാവി പ്രധാനമന്ത്രി വരുന്നുണ്ട് എന്ന്. അപ്പോൾ ബാബ അന്ന് അങ്ങനെ ഇവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെയപ്പം 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ആ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. മോനെ നോക്കുന്നില്ലല്ലോ, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ ബാബ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയും, ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വീട്ടിൽ ചെന്നിട്ടും അവർക്ക് ആ ദേഷ്യം അടങ്ങുന്നില്ല. അവർ വീട്ടിലുണ്ടായിരുന്ന ബാബയുടെ ഫോട്ടോസൊക്കെ എടുത്ത് പുറത്തെറിയുകയും കളയുകയൊക്കെ ചെയ്തു. പക്ഷെ ഭർത്താവ് പറയുന്നുണ്ട് എനിക്ക് ബാബയിൽ വിശ്വാസമുണ്ട്, ബാബ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. എന്നിട്ട് ഇവർക്ക് ദേഷ്യം വന്നിട്ട് ഇവർ ബാബയുടെ ഫോട്ടോ എടുത്ത് വീടിൻ്റെ പുറകുവശത്ത്, അതായത് നമ്മുടെ ബാത്റൂമും ടോയ്ലറ്റൊക്കെ ഉണ്ടാവുമല്ലോ പഴയ വീടുകളിൽ, അങ്ങനെയാണ് പുറകുവശത്ത് വെളിയിലാണല്ലോ, അവിടെ ചുമരിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു, ടോയ്ലറ്റിൻ്റെ മുമ്പിലായിട്ട്. എത്ര വലിയ അപമാനമാണ് ബാബയ്ക്ക് കൊടുത്തത്. പക്ഷെ ബാബയ്ക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ബാബ സർവാന്തർയാമിയാണെന്ന് പറഞ്ഞ പോലെ സർവ്വജഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്ക് എന്ത്. ആ ഫോട്ടോ അവിടെ ഇരുന്നു. അപ്പോൾ ഒരു രാത്രിയിൽ ഈ കുട്ടി പുറത്തേക്ക് ടോയ്ലറ്റിൽ പോയി. അപ്പോൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ കാല് കഴുകാതെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ അമ്മ വഴക്ക് പറയും. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അമ്മയാണ്. അപ്പോൾ ഈ കുട്ടി നോക്കിയപ്പോൾ കാല് കഴുകാനായിട്ട് അവിടെ വെള്ളവും മഗ്ഗും ഒന്നുമില്ല. അപ്പോൾ അതിന് ഈ രാത്രി ഭയങ്കര തണുപ്പും, അമ്മയെ വിളിക്കാനായിട്ട് അതിന് സംസാരിക്കാൻ അറിയില്ല. അത് അവിടെ നിന്ന് കരഞ്ഞു. ആ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു. ബാബയെ നോക്കിയിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യുന്നു, ഞാൻ കയറി ചെന്ന അമ്മ അടിക്കുമല്ലോ ചെയ്യുമായിരിക്കും. ആ കുട്ടി അവിടെ നിന്ന് കരഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി അറിയാതെ തന്നെ ബാബ എന്ന് പറഞ്ഞ് എണ്ണിപ്പറക്കി കരയാ, ഞാനിനി എന്ത് ചെയ്യുന്നു, അത് തന്നെ അറിയുന്നില്ല അത് സംസാരിക്കുന്ന കാര്യം. അപ്പോൾ ഈ ഒരു സംഭാഷണം എന്തോ ഒരു സൗണ്ടൊക്കെ രാത്രി കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഒന്ന് നോക്കിയപ്പോൾ ഈ കുട്ടി ബാബയുടെ ഫോട്ടോയിലേക്ക് നോക്കി സംസാരിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ബാബ നമ്മുടെ മോനെ അനുഗ്രഹിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഫോട്ടോ എടുത്ത് അകത്തേക്കുണ്ട്. അപ്പോൾ പക്ഷെ അപ്പോഴും ആ സ്ത്രീക്ക് സംശയം തീർന്നിട്ടില്ല. അവർ പറയും ഇത് തണുപ്പ് കൊണ്ടെങ്ങനെ അവൻ അറിയാതെ സംസാരിച്ചതായിരിക്കും. അപ്പോൾ ഭർത്താവ് സമ്മതിച്ചില്ല. ഭർത്താവ് പറഞ്ഞു അല്ല, ഇത് ബാബ തന്നെ അനുഗ്രഹിച്ചാണ്. എന്നിട്ട് പിന്നെ അവർ തമ്മിൽ വാഗ്വാദമായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇനി നമുക്ക് ഒന്നും കൂടെ ബാബയെ പോയി കാണാം ഈ മകനെയും കൊണ്ട്. അപ്പോൾ ബാബ ഞാൻ അങ്ങോട്ടേക്ക് പറയാതെ തന്നെ എൻ്റെ മകൻ സംസാരിച്ച കാര്യം ഇങ്ങോട്ടേക്ക് പറയുകയാണെങ്കിൽ ഞാൻ ബാബയെ വിശ്വസിക്കും എന്നാ സ്ത്രീ പറയാണ്. ഭർത്താവ് പറഞ്ഞു ശരി അങ്ങനെ തന്നെ പോവാം എന്ന് പറഞ്ഞു. അവർ വീണ്ടും കുറച്ച്, അവരുടെ കയ്യിൽ പൈസയൊന്നുമില്ല, അവരെന്തൊക്കെയോ ഈ പാത്രങ്ങളൊക്കെ വിറ്റിട്ട് പോയി. അവിടെ ചെന്ന വഴി ബാബ അവരെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ബാബ എന്നിട്ട് ഈ അമ്മോട് പറഞ്ഞു, അമ്മ ഞാൻ തന്നെയാണോ നിങ്ങളുടെ മകനെ കൊണ്ട് സംസാരിച്ചതെന്ന്. ബാബ അത്രേ ഞാനാ ചെയ്തതെന്ന് പറഞ്ഞ് പ്ലീഡ് ചെയ്യുന്ന രീതിയിലാണ് പറയണത്. കാരണം ബാബയ്ക്ക് ഈ അമ്മമാരെ ഭയങ്കര ബഹുമാനവും സ്നേഹവുമാണ്. മക്കളെ നന്നായി നോക്കുന്ന അമ്മമാരോട് നന്നായി പെരുമാറുന്ന മക്കളെയും ബാബയ്ക്ക് ഭയങ്കര സ്നേഹം. കാരണം അമ്മയെ ദൈവതുല്യം കാണണം എന്നാണ് ബാബ പറയുന്നത്. അപ്പോൾ ആ അമ്മോട് പറഞ്ഞു എന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ബാബ. പക്ഷെ അതിനവർക്ക് എന്തെങ്കിലും ഒരു പുണ്യം ഉണ്ടായിരുന്നു കാണും.
ചെന്ന എല്ലാവർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ബാബയിൽ ഉറച്ച് വിശ്വസിച്ച ആ അച്ഛനുള്ളത് കൊണ്ട് അവർ തിരികെ പോയി. അപ്പോൾ ഈ അവതാരങ്ങളുടെ എല്ലാ പ്രവർത്തികളും നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ചിലർക്ക് ഈ പറഞ്ഞ മാതിരി ചില കാര്യങ്ങൾ നടന്നു കിട്ടിക്കാണില്ല. അത് നമ്മൾക്ക് പൂർവ്വജന്മ പുണ്യം കൂടെ വേണം നമുക്ക് എന്ത് ലഭിക്കണം എന്നുണ്ടെങ്കിലും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. ഞാനിത് പറയാൻ കാര്യം എന്നോട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഒരു ഗുരു അല്ലെങ്കിൽ ഒരു അവതാരം എന്ന് പറയുന്നത് നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരെ പോലെ തന്നെ പെരുമാറുകയും സാധാരണ പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായി അവർക്ക് അസുഖം വരും, അവർക്ക് ദുഃഖങ്ങളെല്ലാം അവർ അനുഭവിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന പോലെ അവർ സഫർ ചെയ്യില്ല. അവർക്ക് അവബോധത്തിലൂടെ അവർ അതിനെ ഓവർകം ചെയ്യുന്നത്. രാമായണത്തിലാണെങ്കിലും മഹാഭാരതത്തിലാണെങ്കിലും സുഖമായിട്ട് ജീവിക്കാനല്ല കൃഷ്ണനും രാമനും വന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ അവതാരങ്ങളും. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. അവരിങ്ങനെ എന്താ പറയുക, തലയുടെ പുറകിൽ എപ്പോഴും ഒരു ഗ്ലോറി ആയിട്ട് അങ്ങനെ നടക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഈവൻ ശിവന്റെ അവതാരമായിട്ടാണ് ആദി ശങ്കരാചാര്യ കേരളത്തിൽ വന്നത്. അദ്ദേഹം അന്ന് പറഞ്ഞ അദ്വൈത സിദ്ധാന്തം എന്താ പറയുക പിടിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തെ ഈ കേരളത്തിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്തു എന്നല്ലേ പറയുന്നത്. അന്ന് അദ്ദേഹത്തോട് ഇവിടെ ഒട്ടായിരുന്ന പണ്ഡിത ശ്രേഷ്ഠർ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചപ്പോൾ ആരും സഹകരിക്കാതിരുന്നിട്ട് അദ്ദേഹത്തിന്റെ യോഗശക്തി കൊണ്ട് അദ്ദേഹം പച്ച വാഴത്തട കൊണ്ടാണ് അമ്മയെ ദഹിപ്പിച്ചത്. അത്രയ്ക്കുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പണ്ഡിത ശിരോമണികളുടെ ആ ഒരു പുച്ഛം അദ്ദേഹത്തിനോട്. കാരണം അദ്ദേഹം പറയുന്നത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഒന്നാണെന്ന് പറയുമ്പോൾ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഈ ഉന്നത ശ്രേഷ്ഠർക്ക് അത് അത്ര അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. താഴെത്തട്ടിലുള്ളവരുമായിട്ടും ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അവർക്ക് കമ്പയർ ചെയ്യുന്ന ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പൊ ആദി ശങ്കരാചാര്യരും കേരളത്തിൽ നിന്ന് ഈ ഒരു അവഗണന ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ പൊതുവെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ അതിപ്രസരം കൊണ്ട് ഗുരുക്കന്മാരെ പുച്ഛിക്കലാണ്. അപ്പം ആ ഒരു പാരമ്പര്യമാണ് നമ്മുടെ കേരളത്തിനുള്ളത്. നേരെ മറിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ കുറച്ചും കൂടെ ഗുരുക്കന്മാരെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യരാണ്. പക്ഷെ അവരുടെ അവബോധ തലം വ്യത്യാസമാണ്. ഗുരുക്കന്മാരെ കാണാൻ പോകുമ്പോൾ നമ്മളൊരു ഒഴിഞ്ഞ വെസലായിട്ട് പോകണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ഒന്നും പ്രതീക്ഷിക്കാതെ പോകാം. നമുക്ക് എന്ത് അർഹതയുണ്ടോ നമ്മൾ ചോദിച്ചില്ലെങ്കിലും അത് നമ്മളിലേക്ക് വന്നു ചേരും. തീർച്ചയായിട്ടും വന്നു ചേരും. നമുക്ക് അർഹതയുണ്ടെങ്കിൽ അതെല്ലാം വന്നു ചേരും. നമുക്ക് ചോദിക്കാം, മനസ്സുകൊണ്ട് ചോദിക്കാം, പ്രാർത്ഥിക്കാം, എല്ലാം സമർപ്പിക്കാം. പക്ഷേ അതിനുവേണ്ടി മാത്രമായിട്ട് ഗുരുവിനെ കാണാൻ വരരുത്. ഗുരുവിൻ്റെ സേവകൾ എന്താണെന്നറിയാം. അപ്പോൾ പലപ്പോഴും ബാബയെ വിമർശിച്ചവരോട് ബാബയുടെ ഒരുപാട് യൂറോപ്യൻ ഡിവോട്ടീസ്, അത് വലിയ വലിയ ഹൈ പൊസിഷനിൽ നിൽക്കുന്നവരുണ്ട്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ബാബയെ വിമർശിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ബാബയോട് മത്സരിക്കണമെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന സേവയുടെ 10-1 ചെയ്തിട്ട് സേവ നിങ്ങൾ മത്സരിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഗുരുക്കന്മാർ ചെയ്യുന്ന സേവ, അവർ ആ മനുഷ്യകുലത്തിന് ചെയ്യുന്ന സേവ എന്താണെന്ന് കാണുക. അവർ ചെയ്യുന്ന സേവയിലൂടെ ഗുരുക്കന്മാരെ അറിയുക. അവരുടെ സേവയിൽ പങ്കാളിയാകാൻ പറ്റുമോ, സ്വന്തം കർമ്മഭാരം കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇത്തരത്തിലുള്ള ഒരു മനോഭാവത്തോടു കൂടി ഗുരുവിനെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മോക്ഷത്തിലേക്കുള്ള മാർഗം ഗുരു കാണിച്ചു തരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.